നമ്മുടെ ലക്ഷ്യം കഥ കേട്ട് രസിക്കലല്ല. അവർ പോയ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ കഥ കേട്ടാൽ പ്രയോജനമില്ല. അത് നിങ്ങൾ മനഃപ്പാടമാക്കി വെക്കണം. എവിടെ ആർക്കും ഉപദേശം നൽകുകയാണെങ്കിലും ഹസൻ അൽ ബസ്രിയുടെ പദം മനഃപ്പാടം ഇട്ടോളി. എന്താണത്? ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തറജ്ജി. ലൈസൽ ഈമാനു, സലഫ് സാലിഹ്യങ്ങൾ പറയുന്നു ഹസൻ അൽ ബസ്രിയുടെ പദം നബിമാരുടെ പദങ്ങൾ പോലെ. നബിമാർ സംസാരിക്കും പോലെ സംസാരിക്കും അദ്ദേഹം. ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി താബിഈയാണ്, മഹാവ്യക്തിത്വമാണ്. നമ്മുടെ സലഫ് സാലിഹ്യങ്ങളിൽ താബിഈങ്ങളിൽ അഗ്രഗണ്യന്മാരിൽപ്പെട്ട ആളാണ്. ബസറിയാണ്. ബസറ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഞാനും കണ്ട നാടാണ് ബസറ. കൂഫ, ബസറ, ഇറാഖ് എന്നൊക്കെ കേട്ടിരിക്കും. ഹസൻ അൽ ബസ്രി പറയുന്നു ലൈസൽ ഈമാനു, ഈമാൻ എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ഒരു സ്നേഹം, എനിക്കെന്തോ ഒരു പ്രേമം, എനിക്കെന്തോ ഒരു മഹബത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഈമാൻ കിട്ടൂല. ഇത് ഒരാളെ എനിക്ക് റസൂലിനോട് എന്തോ ഒരു മഹബത്ത്, ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് എന്തോ ഒരു മഹബത്ത് എന്നും പറഞ്ഞടക്കാം. എന്നിട്ടോ അവർ ജീവിതത്തിൽ ഒരു പ്രാവശ്യവും അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെയുള്ളതായ ആ മഹാ അപകടം ഏത്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന അപകടം ചെയ്തിട്ട് അവൻ പറയാൻ ഞാനും എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു, എനിക്കും സ്നേഹമുണ്ട് അവരോട്. അതെന്താണ് യഥാർത്ഥത്തിൽ? താഅത്തില്ലെങ്കിൽ സ്നേഹം ശരിയല്ല. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നീ ആരെ സ്നേഹിക്കുന്നുണ്ട് അവനെ നീ അനുസരിക്കണം, എന്നാലേ നീ സ്നേഹിക്കുന്നുണ്ട് എന്ന വാക്കിൽ സത്യസന്ധനാവുകയുള്ളൂ. അത് വളരെ ഗൗരവത്തോട് മനസ്സിലാക്കണം. എന്താണ് പഠിപ്പിക്കുന്നത് ഹസൻ ബസരി? ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തറജ്ജി. അത്യാഗ്രഹം കൊണ്ടോ അലച്ച കൊണ്ടോ സ്നേഹം കൊണ്ടോ പ്രേമം കൊണ്ടോ അതൊന്നും പറഞ്ഞാൽ എന്ത് കിട്ടൂല? ഈമാൻ ലഭിക്കൂല. ഇന്നമൽ ഈമാൻ, യഥാർത്ഥത്തിൽ വിശ്വാസം എന്താണ്? മാ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ കെട്ടുറപ്പുള്ള അടിയുറച്ച വിശ്വാസമുണ്ടാവുക. വസദ്ദഖഹുൽ അമൽ, ആ വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്ന അമലും കൂടെ വരിക. അള്ളാഹുവിൽ വിശ്വസിച്ചു, റസൂലിൽ വിശ്വസിച്ചു. അള്ളാഹുവിലുള്ള വിശ്വാസം എന്തിലേക്ക് തെളിക്കണം? അള്ളാഹുവിന് മാത്രം ഇവിടുന്ന് അമൽ കയറണം. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന ഇവിടുന്ന് കയറണം ആകാശത്തിലേക്ക്. അള്ളാഹുലേക്ക് മാത്രം തവക്കുൽ ബരമേൽപ്പിക്കൽ കയറണം. അതാണ് ഉജ്ജഹത്തിന്റെ അർത്ഥം. അതാണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന വാക്കിന്റെ അർത്ഥം. അതാണ് ഖുർആനിന്റെ 3 വിഭാഗം എന്ന് പറയപ്പെടുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്ന ആ മഹാ സൂറത്തിന്റെ അർത്ഥം. അത് ഉൾക്കൊണ്ടവരായിരുന്നു ബദരീങ്ങൾ, ഉഹദീങ്ങൾ. അതുകൊണ്ടാണ് കഴുത്ത് കൊടുക്കുന്നതിലോ കരൾ മുറിച്ചു കൊടുക്കുന്നതിലോ അവർക്ക് പ്രയാസമില്ലാതിരുന്നത്. നമുക്ക് 5 വക്ത് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല. ഈ കലിമത്ത് തൗഹീദ് നാം ചെല്ലുന്നുണ്ട് താനും 5 വക്ത് കൃത്യമായി അതാതിൻ്റെ സമയത്ത് പള്ളിയിൽ വെച്ചിട്ട് ജമാഅത്തോടുകൂടി ഇന്ന് ഫുള്ളായി ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ചോദിച്ചാൽ, ഞാനിപ്പോൾ പരിശോധിക്കാൻ പറയല്ല, പക്ഷെ നമ്മളോട് അങ്ങനെയാണ് കൽപ്പിച്ചിട്ടുള്ളത് സലഫ് സാലിഹ്യങ്ങൾ. എന്ത്? ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു. ഓരോരുത്തരും അവനവൻ്റെ നഫ്സിനെ വിചാരണ ചെയ്യണം. ഖബ്ല അൻ തുഹാസബു, ഇവിടെ മുമ്പിൽ സ്ഥലമുണ്ട് കേട്ടോ. ഖബ്ല അൻ തുഹാസബു, വലിയ വിചാരണക്ക് മുമ്പ്. വലിയ വിചാരണത്തിന് മുമ്പ് ചെറിയ വിചാരണ നാം തന്നെ സ്വയം നടത്തിയാൽ പ്രശ്നം പരിഹരിച്ചു. അവിടെയാണ് നാം പഴക്കുന്നത്. അയ്യോലിദിനാമത്തക്കുള്ള, നിങ്ങൾ അള്ളാഹനെ ഭയപ്പെടണം മോമിനീങ്ങളെ എന്ന് പറഞ്ഞു അള്ളാഹു ഖുർആൻ അല്ലേ? നമുക്ക് മനപ്പാടുള്ള ആയത്താണ്. സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. എന്നിട്ട് ഓരോ മനുഷ്യനും നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു പരിശോധന, ഒരു പഠനം നടത്തട്ടെ. ദൈനംദിനം ഇങ്ങനെ പഠിക്കുക. ഞാൻ നാളേക്ക് എന്ത് ചെയ്തു, ഇന്ന് നാളെ വരുമ്പോൾ പിന്നെ നാളെ ഇന്ന് മടങ്ങി കിട്ടും. നാളെ വന്നാൽ ഇന്നത്തത് പോയല്ലോ. ഈ ഇന്ന് എന്ന് പറയുന്ന സാധനം മടങ്ങി വരുമോ? ഇല്ല, പോയി കഴിഞ്ഞു. നിന്നോട് വിട വാങ്ങുകയാണ്. ഇന്നത്തതോട് കൂടി ഇതാ ഞാൻ നിന്നോട് വിട വാങ്ങി. ഇനി നിന്നിലേക്ക് ഞാൻ ഖിയാമത്ത് നാൾ വരെ മടങ്ങി വരികയില്ല എന്നാണ് ഓരോ ഇന്നും പറയുക. ഓരോ ദിവസവും മനുഷ്യന്മാരോട് പറയുന്നത് മടങ്ങി വരൂല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹു തന്നെ പറയുന്നു എന്ത് കാണും? വീഴ്ച കാണും. ആ വീഴ്ച നെഗറ്റീവും കൊണ്ട് തഖ്വ ചെയ്യണം. അതാണ് രണ്ടാമത്തെ തഖ്വാന്റെ അർത്ഥം. ആദ്യം മുത്തഖീങ്ങളെ എന്ന് വിളിച്ചു, രണ്ടാമത് പരിശോധിച്ച ശേഷം ഉള്ള വീഴ്ച നികറ്റാൻ വേണ്ടി ഫത്തഖുല്ലാ, ആ വീഴ്ച നികറ്റുക. അതെ, അപ്പോൾ അതെ, നമുക്ക് ഇവിടെ സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് മക്കയിൽ മദീനയിൽ ജീവിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? തെറ്റ് ചെയ്യാൻ പ്രയാസം അല്ലേ? അങ്ങനെയല്ലേ? ഇവിടെ വേണ്ടടുത്ത് കള്ളു കിട്ടോ? ഇല്ലല്ലോ. പീല ഹൗസ് ഒന്നും നമ്മുടെ നാട്ടിൽ കിട്ടും പോലെ കിട്ടൂലല്ലോ. ഇല്ല. തോന്നിവാസങ്ങൾക്ക് പ്രയാസം.
അനാചാരങ്ങൾ ചെയ്യാൻ പ്രയാസം, ജനങ്ങൾ കണ്ടുപോകുന്നത് പേടി. അതുകൊണ്ടാണ് ബിദ്അത്തുകളൊക്കെ ഒളിച്ചു ചെയ്യുന്നത്. ആര്? ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടാത്ത വിഭാഗം. അല്ലാഹു അവരെ ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കട്ടെ. മുസ്ലിം ഭരണകൂടമാണ് ഇവിടെ, ഇസ്ലാമിക നിയമം നടപ്പാക്കുന്ന നാടാണ് ഇവിടെ. ഖുർആനും സുന്നത്ത് നടപ്പാക്കണമെന്ന നിർബന്ധം ഞങ്ങൾക്കുണ്ട് എന്ന് ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പണ്ഡിതന്മാർ നടപ്പാക്കുന്നു. ആ പണ്ഡിതന്മാരിൽ നിന്നിട്ടാണ് ഈ സാധു ഇവിടെ പഠിച്ചിരുന്നത് പണ്ട് കാലഘട്ടങ്ങളിൽ. ചെറുപ്പത്തിൽ 71 മുതൽ ഇത് 12 വർഷം തുടർച്ചയായിട്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ. അപ്പോൾ അങ്ങനെ നിർബന്ധമുള്ള നാട്ടിൽ നാം ജീവിക്കുമ്പോൾ തെറ്റ് ചെയ്യാൻ, കള്ള് കാച്ചാൻ പർവ്വതത്തിൻ്റെ ബേക്കിൽ പോകേണ്ടി വരുന്നു. ഖേദകരമെന്ന് പറയട്ടെ, അതും മലയാളികളാണ്. ഇത് എത്ര മലയാളികളെ ആ പർവ്വതത്തിൻ്റെ ബേക്കെന്ന് കള്ള് കാച്ചുന്നവരെ പിടിച്ചത്? മദീനത്ത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തെറ്റ് ചെയ്യാൻ, ബിദ്അത്ത് ചെയ്യാൻ, അനാചാരം ചെയ്യാൻ, ജന്മദിനാഘോഷം കാട്ടാൻ, മരണദിനാഘോഷം കാട്ടാൻ, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ, അങ്ങനെയുള്ള അനാചാരങ്ങൾ ചെയ്യാൻ നൂലാമാലകൾ കേരളത്തിലുള്ള ഷിയാക്കൾ ഇറാനിൽ നിന്നിട്ടും മറ്റും അഴിച്ചുവിട്ടതായ നൂലാമാലകൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കേട്ടില്ലേ? ഒരു സഹോദരി ചോദിച്ചു ഹദ്ദാദ് റാത്തീബിനെ കുറിച്ചു, അല്ലേ? നമ്മുടെ നാട്ടിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു സാധനമാണത്. അതിൽ നല്ല സാധനം ധാരാളമുണ്ട്. നല്ല ദിക്റുകളുണ്ട്, നല്ല തസ്ബീഹുകളുണ്ട്, നല്ല തഹ്ലീലുകളുണ്ട്. അതില്ലായ്മയൊന്നും അതിലില്ല. പക്ഷേ അതേ സമയത്ത് ഞാൻ അതിന് ചെറിയ ഉദാഹരണം പറയാറുണ്ട്. ഒരാൾ റസൂലുള്ളാഹിനോട് മഹബത്തും പറഞ്ഞിട്ട് നിസ്കരിക്കാൻ നിൽക്കുക, കൈകെട്ട അല്ലാഹു അക്ബർ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, എന്നിട്ടോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അർറഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. എന്തായിരിക്കും അവൻ്റെ നിസ്കാരത്തിൻ്റെ സ്ഥിതി? ഇനി വല്ലതും ചോദിച്ചാൽ എന്താണോ റസൂലുള്ളാഹിക്ക് സലാത്തല്ലേ, അതിലെന്താ വരാൻ പോകുന്നത്? അതിന് വല്ല മറുപടി ഉണ്ടോ? എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ആ മരുന്ന് ഡോക്ടർമാരത്ത് പോയാൽ കിട്ടും. ഇല്ലൽ ഹമാഖ, ഈ രോഗത്തിനൊഴിച്ച്. അതെന്താണ്? വിഡ്ഢിത്തം, അറിവില്ലായ്മ. അതിന് മരുന്നില്ല. അതിനുള്ള മരുന്ന് എന്താണ്? ക്ലാസ്സിൽ പോകണം, എൽമ കേൾക്കണം, പണ്ഡിതന്മാരെ കാണണം, ദീൻ പഠിക്കണം. രോഗം, ആ രോഗം മാറാൻ എൽമ പഠിക്കലേ, വേറൊരു മരുന്നുമില്ല.